ഞാൻ CI ഹമീദ് മുഹമ്മദ്. ഹായ്, ഐ ആം രേഖ ദിനേശ്. അഭിലാഷ് ജോസ്. നിങ്ങൾക്ക് താമസിക്കാൻ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഗസ്റ്റ് ഹൗസ് ആണ് മാഡം. എനിക്ക് ആ ഗസ്റ്റ് ഹൗസ് ഒന്നും വേണ്ട. വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് വേണ്ടത് ആ ഗസ്റ്റ് ഹൗസ് ആണ്. ഏത് ഗസ്റ്റ് ഹൗസ് ആണ് മാഡം? കഥകൾ ഉറങ്ങുന്ന, പ്രേതങ്ങൾ വിഹരിക്കുന്ന ഗരുഡൻമല ഗസ്റ്റ് ഹൗസ്. മേഡാണല്ലോ. വരും മേഡം, വരും. ഇരിക്കും. സാറേ നമസ്കാരം. വരും ഇരിക്കും. സാറേ ബാഗ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓമനെ കൊടുത്തില്ല. ഞാൻ എടുത്തോളാം. സൗകര്യമൊക്കെ കുറവാട്ടോ. ഗരുഡൻമല കേസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ഫയലിലുണ്ട്. മേഡം, ഈ കേസിനെ കുറിച്ചുള്ള എല്ലാ സത്യാവസ്ഥയും നമുക്ക് തിരിച്ചറിയാം. മേലെ നിന്നും അത്ര പ്രഷറുണ്ട്. എന്ത് സഹായത്തിനും SI അഭിലാഷ് കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇതുവരെ ഈ കേസിൽ റിപ്പോർട്ട് ചെയ്തത് 5 മരണങ്ങൾ. സലോമി, രാധിക, മരിയ, ബാബു, പിന്നെ രാധികയുടെ ഡ്രൈവർ. യെസ് മാഡം. മിസ്സിംഗ് ആയവർ 5 പേർ. ASI സദാനന്ദൻ, സൂസൻ, ഫോറസ്റ്റ് ഗാർഡ് റഷീദ്, ബെന്നി, പിന്നെ നന്ദൻ. യെസ് മാഡം. ഈ മർഡറുകൾ മുഴുവനും നടന്നത് ഗരുഡൻമല ലൊക്കേഷനിലാണ്. എന്തോ ഒരു പ്രത്യേകത ആ ലൊക്കേഷനിലുണ്ട്. അതൊരു ഡേഞ്ചറസ് ലൊക്കേഷനാണ്. മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം തോന്നും. അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. എന്താ, പേടി തോന്നുന്നുണ്ടോ? ഏയ്, പോലീസ് ടീം താമസിച്ച ആ സ്ഥലത്തെ പറ്റി എനി ഡീറ്റെയിൽസ്? അവരന്ന് തങ്ങിയത് ഈ ഗസ്റ്റ് ഹൗസിലാണ്. ഇവിടുന്ന് കൃത്യം 125 കിലോമീറ്റർ അപ്പുറത്താണ് ഗരുഡൻമല. അന്ന് സർവൻസ് ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു വാച്ചർ അച്യുതൻ, പിന്നെ ഒരു ജോലിക്കാരിയും. ഇതിന്റെ ഓണർ തമിഴ്നാട്ടിലെവിടെയാണെന്നാണ് അറിവ്. അങ്ങേരുടെ മൊഴി രേഖപ്പെടുത്തിയായി കാണുന്നില്ല. എന്തായാലും അയാളുടെ മൊഴി രേഖപ്പെടുത്തണം. യെസ് മാഡം. ഗസ്റ്റ് ഹൗസിൽ വെച്ച് കറുത്ത കോട്ടിട്ട് ഒരാൾ രാധികയെ ആക്രമിച്ചതായി വാച്ചർ മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ മുഴുവനും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലാക്ക് മാനെ കുറിച്ചാണ്. മാഡം, അയാളെക്കുറിച്ച് ഫോറസ്റ്റുകാർ കുറെ അന്വേഷിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു ക്ലൂ പോലും കിട്ടിയില്ല. ഗരുഡൻമല ട്രൈബൽ കോളനി നിവാസികൾ അസമയങ്ങളിൽ ഒരു സ്ത്രീയുടെ പ്രേതത്തെ കണ്ടതായും പറയുന്നുണ്ട്. രാത്രിയായാൽ അവരാരും പേടിച്ചിട്ട് പുറത്തിറങ്ങാനില്ല. എനിവേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ആ കറുത്ത മനുഷ്യനെയും നാട്ടുകാർക്ക് പറയുന്ന ആ പ്രേതത്തെയും സദാനന്ദം കണ്ടിട്ടുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ ഇൻഫർമേഷൻ നമ്മളെ അറിയിക്കേണ്ടതല്ലേ? അതറിയിക്കേണ്ടാൽ ജീവിച്ചിരിപ്പില്ലെങ്കിലും മേഡം. What do you mean? പിന്നെ അവരൊക്കെ എവിടെ പോയി? ഗരുഡൻമലയുടെ നിഗൂഢതയിൽ മറഞ്ഞുപോയോ? 35 കിലോമീറ്റർ അപ്പുറത്തുള്ള മന്ത്രഗിരി പുഴയിൽ സൂസനും ബെന്നിയും എങ്ങനെയാ മരിച്ചത്?
കഴിഞ്ഞ വർഷത്തെ നീന്തൽ മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തിയ ആളാണ് ബെന്നി. സൂസനും നീന്തൽ അറിയാം. യെസ്, നീന്തൽ അറിയുന്ന ഇവരെങ്ങനെയാ മുങ്ങി മരിച്ചത്? മാഡം പറഞ്ഞത് ശരിയാ. എവിടെയോ ഒരു അജ്ഞാത ശത്രു മറിഞ്ഞിരിക്കുന്നു. അതെ, അത് പ്രേതമാണോ ബ്ലാക്ക് മാൻ ആണോ? ഏതോ ഒരു അമാനുഷിക ശക്തി ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇരുട്ടായി കഴിഞ്ഞാൽ ഗരുഡമല ഫോറസ്റ്റിനുള്ളിൽ എന്തൊക്കെയോ നടക്കും. ഗരുഡമലയുടെ താഴ്വാരങ്ങളിൽ നടക്കുന്ന നിഗൂഢ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. യെസ് മാഡം. അതിനു മുമ്പ് നമുക്കൊരിടം വരെ പോകണം. എങ്ങോട്ടാണ് മാഡം? അത് ഞാൻ പറയാം. സാറേ, കഴിഞ്ഞ ആഴ്ചതാ ആ മലയിലാ പുലി ഇറങ്ങി. കൂടുതൽ ഉൾഭാഗത്തേക്കൊന്നും പോണ്ടോ. അതെന്താ? ഈ കാട്ടിലാ ഭൂതവും പ്രേതൊക്കെ ഉണ്ടെന്ന് പറയണത്. ഓമനക്കുട്ടൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അച്ചോട്ടെ കണ്ടിട്ടുണ്ട്. പ്രേതം കണ്ടിട്ട് 3 ദിവസം അച്ചോട്ടെ പേടിച്ച് പഞ്ചിടന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ നിന്ന് സംഭവം അതോ നിങ്ങൾ വിചാരിക്കും അതൊരു പാറയാണ്, എന്നാലേ ശരിക്കും അതൊരു ആനയാണ്. സാറേ, നിങ്ങൾ പേടിക്കാതെ എന്റെ കൂടെ പോന്നോളി. രേഖമാർത്ത കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ യക്ഷെങ്ങാനും പിടിച്ചാവോ? ആ കരുനാക്ക് മറിച്ചൊന്നും പറയാതെ കൂടെ വാടോ. ഓമനക്കുട്ടൻ എന്തായി പറയുന്നത്? മേഡം, 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 മാഡം, മാഡം, മേഡം. എവിടെ പോയി കിടക്കുക? ആ മൊബൈലിന്റെ റേഞ്ച് തെരഞ്ഞു പോയതാവും. ആ മന്ത്രഗിരി ഭാഗത്തേക്ക് ഒന്ന് പോഞ്ഞാൽ മതിയായിരുന്നു. അവിടെ എന്താ പ്രശ്നം? അവിടെ പുലി ഉണ്ടോ? പേടിപ്പിക്കാതെടോ. തന്റെ ഒരു പുലി പ്രേതം. ഈ മാഡം എങ്ങോട്ടാണോ പോയത്? അതെ, ഈ മേഡം ഇത് എവിടെ പോയി? മേഡം, 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 രേഖ മേഡം. ഔ, സമാധാനായി. മാഡം അത് നിൽക്കും. മേഡം, ഹലോ മേഡം. മേഡത്തെ കാണാതെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. നമ്മൾ ഇവിടെ വന്നത് ആരോ അറിഞ്ഞിട്ടുണ്ടോ? ആരാണ് മാഡം? ശരിയാ, അത് കണ്ടുപിടിക്കണം മേഡം. കോറമഞ്ഞ് ഇറങ്ങി തുടങ്ങി. എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. ഇരുടായ പിന്നെ പുറത്തേക്ക് പോകാൻ പാടാ. ഓക്കെ, എന്നാ പോവാം.
നമ്മൾ ഗരുഡമല എത്താനായോ? ആ കാണുന്നതാണ് ഗരുഡൻ മല. അനേകം പേരുടെ ജീവനെടുത്ത ലൊക്കേഷൻ. മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ഹരിയേട്ടാ ചായ. ഇങ്ങോട്ട് കൂട്ടാ അടിയാ, അടിപൊളി ചായ ഉണ്ടാ. അല്ല സരോട്ടാ, അങ്ങക്കൊരു മാറ്റവും ഇല്ലല്ലോ. ആ അതിന് മാറും തോന്നില്ല. എന്റെ ആങ്ങളല്ലേ? ഓ സമ്മതിച്ചു. ഹരിയേട്ടന് ഞാൻ വേറെ ചായ തന്നാ പോരെ? ചായ വേണ്ട. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ, എനിക്ക് അടുക്കള അല്പം പണിയുണ്ട്. എന്തേ നിർത്തിയേ? കഴിക്കടിയാ, കഴിക്ക്. ബിസ്ക്കറ്റ് അതാ. ആ പറയടാ. ആ അത് ശരിയാ, ചില കഴുതകൾ അങ്ങനെയാ, ഒന്നും പറയാതെ വലിഞ്ഞു കയറി വരും. അളിയാ ഞാൻ അളിയനല്ല അളിയ, ഇത് രതീഷ് ചേവായിരുള്ള. ഞാൻ വിചാരിച്ചേ മണിയാന്ന്. ഇടവലത്തെ മോനല്ല? അല്ലല്ലല്ല, അവനല്ല, ഇത് വേറെ. എടാ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലര് കുടുംബക്കാരെ വീടാന്നും പറഞ്ഞിട്ട് വലിഞ്ഞു കയറി വരും, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മൂക്ക് മുട്ടത്തിന്നു. അളിയാ അളിയനോടല്ല അളിയ? അതെനിക്ക് മനസ്സിലായി. ഇന്നോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു. രതീഷേ ഇല്ലടാ, അളിയൻ വന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞ. ഓക്കെടാ, പിന്നെ വിളിക്കാം കേട്ടാ. അളിയന് സുഖല്ല അളിയ? സുഖാണ്, നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് സുഖമായിട്ട് പോണ്. വയറിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പം. ആ ശ്രദ്ധിക്കണം കേട്ടോ. ഹലോ, ആ പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാം, ഞാൻ വിളിക്കാം കേട്ടോ. ശരി. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഭയങ്കര വൃത്തികേടായി പോകും. അളിയാ എന്താ അളിയാ? ഒന്നുമില്ല, ആത്മകഥ. ആ ഇതേ ആ അമ്മിന്റെ അടുത്തേ പശുവിന് കൊടുക്കാനുള്ള കുറച്ച് ബന്നുണ്ട്, അതും കൂടി എടുത്ത് കൊടുക്ക്, നാക്കിക്കോട്ടെ. ഹലോ മോളെ, ചോറായടി? ഇല്ല, ആയിട്ടില്ല. നിങ്ങളെന്നാ അമ്മാവന്റെ വീട്ടിൽ പോണത്? വൈകിട്ട് പോവാനാ പ്ലാൻ. അല്ല, രാധികനെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ? ഇതുവരെ ഒരു വിവരവും ഇല്ല. ആ കേസ് CBIക്ക് വിട്ടുന്നാണല്ലോ എനിക്ക് കിട്ടിയ വിവരം. ഞാനും കേട്ടായിരുന്നു. ആ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓളാരോ കൂടുതൽ ഒളിച്ചോടിപ്പോയതാണെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. നിങ്ങൾ വേണ്ടാത്തൊന്നും പറയാൻ നിക്കല്ലേ. അല്ല, ഞമ്മളെ നോക്ക് പറ്റൂല്ലോ. നിങ്ങൾ പറയുന്ന ഹരിയേട്ടൻ കേക്കണ്ട. ഇത് പോരാ. ഹലോ, ആ ഞാൻ റെഡിയാണ്ടോ? ഞാൻ എത്തിപ്പോയി, ഞാൻ റെഡിയാ. ഞാൻ പോയി വരാട്ടോ മോളെ. ഓ എന്നാലേ ബൈക്കിൽ പോണ്ട, ആ ചെങ്ങായിന്റെ മോന്ത കണ്ടു പോയാൽ കുടിയാ വെള്ളം കിട്ടൂല. എന്നാ ശരി കേട്ടോ, ഞാൻ പോട്ടെ മോളെ. ഇന്ന് വരുമോ? പിന്നല്ലാതെ. വളരുക ഇറങ്ങിയ എന്താ ഹരിയേട്ടാ? വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, പെട്രോൾ തീർന്നാ തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നോടാണോ ചോദിക്കുന്നത്? ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ഇതൊക്കെ നോക്കണ്ടേ? മോളും കൊണ്ട് വാ. നീ മോളെ ഇവിടെ നിൽക്ക്, ഞാൻ കുറച്ച് പെട്രോൾ കിട്ടുമോ നോക്കട്ടെ. അതൊന്നും വേണ്ട, തൽക്കാലം വണ്ടി ഇവിടെ എവിടെ സൈഡാക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരൂടെയല്ലേ വീട്ടിലേക്കുള്ളൂ, നമുക്ക് നടക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ഇവിടെ നിൽക്ക്, ഞാനേ ആ കാണുന്ന വീട്ടിൽ വണ്ടി കൊണ്ട് ശരി.